മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ബാങ്ക് ലോക്കർ പരിശോധിച്ച ഇഡി. തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിന്റെ അടുത്തുള്ള HDFC ബാങ്കിലാണ് ലോക്കർ തുറന്ന് പരിശോധന നടത്തിയത്. ഇഡിയുടെ പരിശോധന 2 മണിക്കൂർ നീണ്ടുനിന്നു. രാവിലെ 10 മണിയോടെ കേന്ദ്രസേനയുടെ സംരക്ഷണത്തോടെയാണ് ഇഡി സംഘം ബാങ്കിലെത്തിയത്. തുടർന്ന് വീണയുടെ സാന്നിധ്യത്തിൽ ലോക്കർ തുറന്ന് പരിശോധിച്ചു. പിണറായിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ബാങ്ക് ലോക്കർ ഉണ്ടെന്ന് കണ്ടെത്തുകയും അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വീണയെ കൊച്ചിയിൽ വിളിച്ചു വരുത്തി 9 മണിക്കൂറോളം ഇഡി ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ബാങ്ക് ലോക്കർ തുറന്ന് പരിശോധിച്ചത്. ബാങ്ക് ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയാണ് ഇഡി സംഘം മടങ്ങിയത്. CMRൽ നിന്നും എക്സാലോജിക്കിലേക്ക് വന്ന 2.78 കോടി രൂപയുടെ വിനിമയം ഉൾപ്പെടെയാണ് പരിശോധിക്കുന്നത്. പരിശോധനയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അതിനെന്താ, അത് അന്വേഷണം നേരത്തെ തുടങ്ങുന്നില്ലേ? അവർ വീട്ടിൽ വന്നിട്ടില്ലേ? ആ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു ബാങ്ക് ലോക്കർ ഉണ്ട്. ബാങ്ക് ലോക്കർ അവർക്ക് കാണണമായിരിക്കും. നിങ്ങളും ക്യാമറയും കൂടി ചെന്ന് നോക്കുക, നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്. ലോക്കർ തുറക്കുമ്പോൾ മഹാകാര്യങ്ങളുണ്ടോ എന്ന് നോക്കാമല്ലോ. വേണമെങ്കിൽ വിസ്മയം ഉണ്ടോ എന്ന് നോക്കാമല്ലോ. അവിടെ പോയി നോക്കി രേഖകൾ പരിശോധിച്ച ശേഷം വീണയെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനും സാധ്യതയുണ്ട്. നേരത്തെ പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ വലിയ അതിക്രമവും അക്രമങ്ങളും ഉണ്ടായെങ്കിലും ലോക്കർ പരിശോധന നടക്കുമ്പോൾ പാർട്ടിക്കാരോ പാർട്ടി അനുഭാവികളോ സ്ഥലത്തില്ലായിരുന്നു എന്നതും ശ്രദ്ധേയമായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.